ദുബായ് റണ്ണോടെ ഇത്തവണത്തെ ഫിറ്റ്നസ് ചലഞ്ചിന് സമാപനമായി 5 കിലോമീറ്റർ 10 കിലോമീറ്റർ എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായാണ് റൺ ഒരുക്കിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 23% അധികം ആളുകളാണ് പരിപാടിയുടെ ഭാഗമായത്. ദുബായിയുടെ രാജവീഥി അക്ഷരാർത്ഥത്തിൽ മനുഷ്യക്കടലാകുന്ന കാഴ്ചയ്ക്കാണ് ഇന്ന് പുലർച്ചെ സാക്ഷിയായത്. പുലർച്ചെ 3 മണി മുതൽ തന്നെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തിയപ്പോൾ ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഇത്തവണത്തെ സീസണിന്റെ ഗ്രാൻഡ് ഫിനാലെ എന്നറിയപ്പെടുന്ന ദുബായ് റൺ വൻ വിജയമായി. പതിവ് പോലെ ദുബായ് റണ്ണിന് നേതൃത്വം നൽകാൻ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാനും എത്തിയപ്പോൾ ആവേശം വാനോളം ഉയർന്നു. ഇടവേളകളില്ലാതെ ആളുകളെ എത്തിച്ച് ദുബായ് മെട്രോയും സജീവമായി രംഗത്തുണ്ടായിരുന്നു. ദുബായ് റൺ എന്നെഴുതിയ പച്ച ടീഷർട്ട് ധരിച്ച് മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങൾ സംഗമിച്ചപ്പോൾ ഷെയ്ഖ് സായിദ് റോഡ് അക്ഷരാർത്ഥത്തിൽ പച്ചക്കടലായി. അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് ദുബായ് റണ്ണിൽ പങ്കെടുക്കുന്നത്. 2 വർഷമായി ഇവിടെ നിൽക്കുന്നു. പക്ഷേ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ദുബായ് മാളിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും പൊളിച്ചടക്കിയിട്ട് ഞങ്ങളെല്ലാം എൻജോയ് ചെയ്തു. A4 അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ടീമാണ് ഞങ്ങൾ. സൂപ്പർ പൊളിച്ചടക്കി. 10 കിലോമീറ്റർ 5 കിലോമീറ്റർ എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായാണ് പരിപാടി നടന്നത്. സ്കൈ ഡൈവ് ദുബായ് ടീമിന്റെ ഗ്ലൈഡറുകളും പാരച്യൂട്ടിസ്റ്റുകളും ഇത്തവണത്തെ ദുബായ് റണ്ണിന് മിഴിവേകി. ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്നതിനായി കഴിഞ്ഞ മാസം 26-നാണ് ഈ വർഷത്തെ ഫിറ്റ്നസ് ചലഞ്ചിന് തുടക്കമായത്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.